ഹായ്. മലയാളികൾ ഒന്നടങ്കം കുടുംബത്തോടെ ഒത്തുകൂടുന്ന നമ്മുടെ ഓണം, നമ്മുടെ ഓണാഘോഷം. ഓണാഘോഷത്തിന് സിനിമയും ഒരു ഭാഗമാണല്ലോ. എന്നാൽ ഈ ഓണത്തിന് മലയാളികളുടെ ആഘോഷത്തിനൊരു കുറവ് വേണ്ടാന്ന് വെച്ചിട്ടാവും തിയേറ്ററിൽ ഒന്നിലധികം പടക്കങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഓണം റിലീസായി തിയേറ്ററിൽ ഇറങ്ങിയ 2 മലയാളം സിനിമകൾ. ഒന്ന് പൃഥ്വിരാജിൻ്റെ ഖലീഫ, 2 നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ 2 സിനിമകളും കണ്ടു. കുടുംബം ഒന്നടങ്കം ഒരു സിനിമ കാണാൻ പോകുമ്പോൾ സാമ്പത്തികമായി ഏറെ ചിലവുകളുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് എല്ലാ സിനിമകളും കാണാനും കഴിയും. അതിനാൽ ഇതിലേത് സിനിമ കാണണം അല്ലെങ്കിൽ ഓണത്തിന് ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നൊരു കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഈ വീഡിയോ ചിലപ്പം ഹെൽപ്പ് ചെയ്തേക്കാം. വൈശാഖ് സംവിധാനം ചെയ്ത, ജിനൂബി എബ്രഹാം തിരക്കഥ എഴുതിയ ഖലീഫ, പൃഥ്വിരാജാണ് നായകൻ. പുലിമുരുകൻ ഉൾപ്പെടെ വൈശാഖിൻ്റെ മിക്ക മൂവീസും എനിക്കത്ര വർക്കൗട്ട് ആയിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ സീനിയേഴ്സാണ് വൈശാഖിൻ്റെ വർക്കൗട്ട് ആയ ഒരു മൂവി. അതും അന്നത്തെ കാലത്ത്. പിന്നെ പുലിമുരുകൻ. എനിക്കറിയില്ല ആ സിനിമയിൽ എന്താ ഉള്ളത്. പുലിമുരുകൻ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ ഫുൾ ഹൗസ്ഫുൾ. എല്ലാവരും. ഞാൻ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സീറ്റ് പോലും ഇല്ലായിരുന്നു. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എന്തിനാണ് ഈ സിനിമയ്ക്ക് ഇത്രയും ഈ സിനിമയിൽ എന്താണ് ഉള്ളത് എന്നാണ് എൻ്റെ മൈൻഡിൽ പോയത്. അതുപോലെ എനിക്കറിയില്ല ആ സിനിമയിൽ എന്താ ഉള്ളത്. ഇത്രയ്ക്ക് കൊട്ടി ആഘോഷിക്കാൻ ഇത്ര ടിക്കറ്റ് ഇല്ലാത്ത രീതിയിൽ തന്നെ തിയേറ്റർ ഹൗസ്ഫുൾ ആവാൻ ആ സിനിമയിൽ എന്തായിരുന്നു ഉള്ളതെന്ന് എനിക്കിതുവരെ ഇപ്പോഴും എനിക്കറിയാത്തൊരു കാര്യമാണ്. നമുക്ക് ഖലീഫയിലേക്ക് കിടക്കാം. മിക്കയിടത്തും പറഞ്ഞു കേൾക്കാം വൈശാഖിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മേക്കിംഗ് അത് നിലവാരമുള്ളതാണ്, ക്വാളിറ്റി ഉള്ളതാണെന്നൊക്കെ. എന്നാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എസ്പെഷ്യലി ആക്ഷൻസ്, ചേസിങ് ഇങ്ങനെയുള്ള സീൻസിലൊക്കെ വൈശാഖ് പേര് കേട്ടതാണ്. എന്നാൽ അതിലൊന്നും അത്ര മികച്ചതായിട്ടോ അല്ലെങ്കിൽ ഒരു വോ ഫാക്ടർ തരുന്നതായിട്ടോ ഉള്ള ഒന്നും ഇതുവരെ വൈശാഖിൻ്റെ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുമില്ല. ഇനി ഖലീഫയിലേക്ക് വന്നാൽ സിനിമയിൽ ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. ജാംബവാന്റെ കാലത്തെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പുരാതന കാലത്ത് പൊടി പിടിച്ച ഏതോ കിടന്ന പഴയ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് പുതിയ മേക്കിംഗ് രീതിയിൽ പടച്ചുണ്ടാക്കി വിട്ടു എന്ന് തന്നെ പറയാം. സിനിമയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം പൃഥ്വിരാജിനെ അവതരിപ്പിച്ചേക്കുന്നതാണ്. പൃഥ്വിരാജിനെ നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാമിയോ റോൾസ് 2 പേരുണ്ട്. അവരെയും ഷോക്കേസ് ചെയ്ത് അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നല്ല രീതിയിലാണ്. ഇതൊഴിച്ച് നിർത്തിയാൽ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല. ഇതിലേക്ക് വന്നാൽ മേക്കിങ്ങിൽ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് പഴയ സിനിമ. വൈശാഖിൻ്റെ പഴയ സിനിമകളിൽ വെച്ച് കമ്പയർ ചെയ്താൽ ഖലീഫയിൽ മേക്കിങ്ങിൽ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് കൈയടിക്കാനോ ഒരു വോ ഫാക്ടർ തോന്നുന്ന ഒരു മൊമെൻറ്റോ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മൊമെൻറ്റോ ഈ സിനിമയിലില്ല. ആകെ തിയേറ്ററിൽ കൈയടി കിട്ടിയ ഒരേ ഒരു മൊമെൻറ്റ് എന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് അതിൽ പൃഥ്വിരാജിന് പോലുമല്ല, അത് ഒരു ഗൂർക്കയ്ക്കാണ്. ആക്ഷൻസ് ഒക്കെ മുന്നത്തെ സിനിമകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. എന്നാൽ അപ്പോഴും ഒരു വോ ഫാക്ടർ ഇല്ല. കണ്ടു പഴകിയ കണ്ട് ശീലിച്ചൊരു കഥയും അതിനകത്ത് തിരികെ കയറ്റിയ കുറച്ച് മസാല കാര്യങ്ങളും സോങ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സിനിമ. നമ്മളെ ഒരു തരത്തിലും ഇമോഷണലി കണക്ട് ചെയ്യാതെ, ഒരു തരത്തിലും സിനിമയായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാം. ഓണത്തിന് ഇങ്ങനൊരു സിനിമ കണ്ടാൽ മതിയോ നിങ്ങൾക്ക് എന്ന് എനിക്കറിയില്ല. ഓണത്തിന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ആക്ഷൻ മൂവിയാണ് എങ്കിൽ കൈയടിച്ച് ആവേശത്തോടെ നമ്മളെ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് ഒരു പീക്കിലെത്തിച്ച് നമ്മൾക്ക് ഹൈ തരുന്ന അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ആക്ഷൻ മൂവിയാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഖലീഫ സജസ്റ്റ് ചെയ്യില്ല. കാരണം സിനിമയിൽ ഒന്നും തന്നെ ഇല്ല. കണ്ട് പഴകിയ കഥ കൂടാതെ മേക്കിംഗ് കൊണ്ടും ഒരു 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 നമുക്കൊന്നും തന്നെ തരാത്ത, ഒന്നും ഒരു ഒരു വികാരവും തരാത്ത ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഓണത്തിന് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ക്യാഷ് ഉണ്ട്, ചുമ്മാ പോയി തിയേറ്ററിൽ ഒരു സിനിമ കാണണം എന്നാണെങ്കിൽ പോയി കാണാം എന്നല്ലാണ്ട് ഒരു തരത്തിലും നിങ്ങളെ ഈ സിനിമ എൻ്റർടൈൻ ചെയ്യിക്കില്ല. അടുത്തതായി ഓണത്തിന് ഇറങ്ങിയ സിനിമയാണ് പ്രേമലു, തണ്ണീർമത്തൻ ദിനങ്ങൾ തുടങ്ങിയവ സംവിധാനം ചെയ്ത ഗിരീഷ് ഷെഡി തന്നെ തിരക്കഥ എഴുതിയ ബത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളിയും മമിത ബൈജുവും പ്രധാന കഥാപാത്രം എത്തിയ തരക്കേടില്ലാത്തൊരു സിനിമ. ഫാമിലി ആയിട്ട് ചുമ്മാ ഒരു ലെഷർ ടൈമിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ. അതും ഞാൻ വലുതായിട്ട് സജസ്റ്റ് ചെയ്യില്ല, മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണണം എന്ന് പറയില്ല. എന്നാൽ തരക്കേടില്ല. ഗിരീഷ് ഷെഡിയുടെ മുന്നത്തെ പടങ്ങളെ അപേക്ഷിച്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗിരീഷ് ഷെഡിയുടെ സിനിമകൾ പ്രധാനമായിട്ടും സിറ്റുവേഷണൽ കോമഡികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഹ്യൂമറിനായിരിക്കും കൂടുതലും പ്രാധാന്യം നൽകുക. ഇതിലും അതുപോലെ തന്നെ. എന്നാൽ ഇതിലെ ഹ്യൂമർ ഒന്നും എനിക്കത്ര വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ തിയേറ്ററിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഒട്ടുമിക്ക മനുഷ്യർക്കും വർക്കൗട്ടായി എന്നാണ് ഇവരുടെ റെസ്പോൺസ് വെച്ച് എനിക്ക് മനസ്സിലായത്. എന്നാൽ ഞാൻ ചിരിക്കാത്ത പലയിടങ്ങളിലും മറ്റുള്ളവർ ചിരിച്ച് ഞാൻ കേട്ടു.
അതിനാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ആയേക്കാം. ഉറപ്പില്ല. എനിക്കത്ര വർക്കൗട്ട് ആയില്ല. ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. അതിനപ്പുറം ഈ സിനിമയിൽ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം നിവിൻ പോളിയുടെ തരക്കേടില്ലാത്തൊരു പ്രകടനം. നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പുരുഷൻ. കുറച്ച് പ്രായമായ ഒരു പുരുഷൻ. ആ പുരുഷന്റെ ലൈഫിലേക്ക് തന്നേലിൽ ഒരുപാട് പ്രായം കുറഞ്ഞ ഒരു പെണ്ണ് കടന്നു വരികയും പിന്നെ അവരുടെ ലൈഫിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുമാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. തരക്കേടില്ല എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഇതിനപ്പുറം ഒരു ആവറേജ് സിനിമ. തിയേറ്ററിൽ പോയി കാണണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണണം അടിപൊളി പടമാണ് എന്ന് ഞാൻ പറയില്ല. തരക്കേടില്ല. ചുമ്മാ പോയി കാണാം എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഹ്യൂമേഴ്സും ഫാമിലി ഡ്രാമയൊക്കെ ആയിട്ട് പോകുന്ന ഒരു സിനിമ. ഇങ്ങനെയുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. പക്ഷേ ഇത് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല. എനിക്ക് ഒട്ടുമേ പിടിച്ചില്ല. ഓണത്തിന് ഇറങ്ങിയ ഈ 2 പടങ്ങളും എനിക്ക് ഒരു തരത്തിലും എന്നെ എൻ്റർടൈൻ ചെയ്തില്ല. ഓണം റിലീസുകൾ എനിക്ക് ഭയങ്കര നിരാശ തന്നെയാണ് സമ്മാനിച്ചത്. ഓണത്തിന് നല്ലൊരു സിനിമയെന്ന് പറയാൻ ഒന്നും തന്നെയില്ല. ഇനി ആകെ പ്രതീക്ഷയുള്ളത് ഓണത്തിന് ഓണത്തിൻ്റെ അന്നാന്ന് തോന്നുന്നു റിലീസാവുന്ന 26th ആണെന്ന് തോന്നുന്നു. 26th ഓർ 25th റിലീസാവുന്ന യാഷിൻ്റെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് ആണ്. ഈ ഓണം റിലീസുകളുടെ ഒപ്പം തിയേറ്ററിലോടുന്ന അന്യഭാഷാ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യയുടെ വിശ്വനാഥൻ ആൻഡ് സൺസ് മിക്കയിടത്തും സീരിയൽ നിലവാരം പുലർത്തുന്ന ഒരു തരത്തിലും എൻ്റർടൈൻ ചെയ്യാത്ത വളരെ ശോകമായിട്ടുള്ളൊരു സിനിമ. ഇതിലും ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാതെ പ്രായമായ ഒരു പുരുഷൻ, 42 വയസ്സുള്ള ഒരു പുരുഷൻ, അവൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഫോറിനിൽ നിന്നും ഒരു വാടക ഗർഭം എടുക്കുകയും കുട്ടിയെ കൊണ്ട് നാട്ടിൽ വന്ന് അതിനുശേഷം കുട്ടിക്ക് ഒരു രോഗം ബാധിക്കുകയും ആ രോഗത്തിന് ചികിത്സയ്ക്കായി കുട്ടിയുടെ അമ്മ വേണ്ടി വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് സിനിമയിൽ. എന്നാൽ സിനിമ മൊത്തത്തിൽ വലിച്ചു നീട്ടി 2.25 മണിക്കൂറോളം 159, 160 മിനിറ്റോളം ഉണ്ട്. 2.25 മണിക്കൂറോളം വലിച്ചു നീട്ടി മനുഷ്യനെ മുഷിപ്പിച്ച് സീരിയൽ നിലവാരത്തിൽ എടുത്തു വെച്ചേക്കുന്ന ഒരു കച്ചടപ്പടം എന്ന് തന്നെ പറയും. ഈ സിനിമയും ഓണത്തിന് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഒരു തരത്തിലും ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തിയേറ്ററിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ സാധനം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. ലക്കി ഭാസ്കറിന്റെ സംവിധായകൻ വെങ്കി അറ്റ്ലൂരിയാണ് ഇതിന്റെ സംവിധാനം. എന്നാൽ ലക്കി ഭാസ്കർ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഈ സിനിമ എനിക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പ്രതീക്ഷയും ഇല്ലാതാണ് സിനിമ പോയി കണ്ടത്. അതേപോലെ തന്നെ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല. വെറുതെ നമ്മുടെ സമയം വലിച്ചു നീട്ടി 2.25 മണിക്കൂറോളം നമ്മുടെ സമയം പാഴാക്കാം എന്നല്ലാണ്ട് ഈ സിനിമയിൽ നിന്ന് നിങ്ങൾക്കൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. ഒരു എൻ്റർടൈൻമെൻറ്റോ ഒരു രീതിയിലുള്ള എൻജോയ്മെൻറ്റോ ഒന്നുമേ നിങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടില്ല. ഇതാണ് ഈ സിനിമയെ പറ്റി എൻ്റെ അഭിപ്രായം. അപ്പോൾ ഓണത്തിന് ഞാനിപ്പോൾ ഒരു 3 സിനിമകളെ പറ്റി പറഞ്ഞു. ഒന്ന് നമ്മുടെ ഖലീഫ, പൃഥ്വിരാജ് നായകനായ വൈശാഖ് സംവിധാനം ചെയ്ത ഖലീഫ. 2 നിവിൻ പോളി നായകനായ ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത ബത്ലഹേം കുടുംബ യൂണിറ്റ്. 3 ലക്കി ഭാസ്കറിന്റെ സംവിധായകൻ വെങ്കി അറ്റ്ലൂരിയുടെ സൂര്യനായകനായ വിശ്വനാഥൻ ആൻഡ് സൺസ്. ഈ പറഞ്ഞതിൽ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഒഴിച്ച് ബാക്കി 2 പടങ്ങളും ഒരു തരത്തിലും സാറ്റിസ്ഫാക്ഷൻ തരാത്ത മൂവിയാണ്. 5% പോലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളിത് പോയി കാണുക എന്ന് ഒരു തരത്തിലും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. പിന്നെ ഗിരീഷ് ഷെഡിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ആയേക്കാം എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് അതും അത്ര വർക്കൗട്ട് ആയില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ പോയി കാണാം. പിന്നെ ഓണത്തിന് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു മൂവി DC ആയിരിക്കും. 2 ആഴ്ചയായി സിനിമ ഇറങ്ങിയിട്ട്. ഓൾറെഡി അതിന് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇമോഷണലി കണക്റ്റായി നമ്മളൊരു കാവ്യം പോലെ, ഒരു കവിത പോലെ കണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അതിനിടയിലുള്ള പ്രണയം, വിരഹം, ഇങ്ങനെ പല കാര്യങ്ങളും, മനുഷ്യൻ്റെ എല്ലാ എമോഷൻസും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കാണുന്ന പ്രേക്ഷകരെ കൂട്ടി കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരേ ഒരു സിനിമ അടുത്ത് കണ്ടതിൽ എനിക്ക് DC ആണ് തോന്നിയത്. DC നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ, അന്യഭാഷാ ചിത്രങ്ങൾ നിങ്ങൾ കാണും എന്നുണ്ടെങ്കിൽ DC തീർത്തും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇത് ഓൾറെഡി റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. DC മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ആണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് ഡാം ഷുവറാണ് എനിക്ക്. സിനിമയിൽ വയലൻസ് ആണെങ്കിൽ കൂടി സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വയലൻസ് അല്ല മൈൻഡിൽ നിൽക്കുക. നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന ചന്ദ്ര എന്ന കഥാപാത്രം മാത്രമായിരിക്കും. അത്ര മികച്ച രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അത്ര മികച്ച രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു സിനിമയാണ്. നിങ്ങളിത് ഒരിക്കലും തിയേറ്ററിൽ മിസ്സാക്കരുത്. തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഓണത്തിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു മൂവി DC ആണ്. പിന്നെ ടോക്സിക്കിൻ്റെ കാര്യം എനിക്കറിയില്ല. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം റിവ്യൂ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഒരു ഗീവ് അവേ.
താല്പര്യമുള്ളവർ ആ ഷോർട്സിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് 2 മൂവി ടിക്കറ്റുകൾ സൗജന്യമാണ്. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറ്റിയാൽ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ. ബൈ ബൈ. താങ്ക് യു.